ഡിയർ സ്റ്റുഡൻസ്, ബഹുപദങ്ങളും സമവാക്യങ്ങളും ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ് എന്ന ഭാഗത്തെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പഠിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് പേജ് 97 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കാണാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിൻ്റെ ചുറ്റളവ് 42 മീറ്ററും അതിൻ്റെ വികരണം 15 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ 15 മീറ്ററാണ്, അതിൻ്റെ പെരിമീറ്റർ 42 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്, നീളം പ്ലസ് വീതി എന്തായിരിക്കും? പെരിമീറ്ററിൻ്റെ പകുതിയാണ്. ഓക്കെ, അപ്പോൾ 42ൻ്റെ പകുതി എത്രയായി? 21. അപ്പോൾ അതിലൊന്ന് നമ്മൾ എക്സ് എന്ന് എടുക്കുക. വീതി എക്സ് എന്ന് എടുത്താൽ നീളം എത്രയായിരിക്കും? 21 മൈനസ് എക്സ് ആയിരിക്കും. കാരണം നീളവും വീതിയും കൂടെ കൂടിയാൽ എന്താ കിട്ടുക? 21 ആണ്. ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്ത് is equal to x and length is equal to 21 മൈനസ് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ഈ ചിത്രത്തിൽ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഈ ആംഗിള് കോൺ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടും. ആ മട്ടത്രികോണത്തിലെ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ നമ്മൾ പഠിച്ചതാണ്. അവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 15 സ്ക്വയർ. ഓക്കെ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ. ഇത് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കുന്നു. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക, വിപുലീകരിക്കുക. അപ്പോൾ 21ൻ്റെ സ്ക്വയർ 441, 2 ഇൻറ്റു 21 42, 42 ഇൻറ്റു എക്സ് 42x, അപ്പോൾ മൈനസ് 42x, പിന്നെ എക്സിൻ്റെ സ്ക്വയർ, അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 15ൻ്റെ സ്ക്വയർ 225 എന്ന് കിട്ടും. ഇനി എക്സ് സ്ക്വയറിൻ്റെ പാദം ആദ്യം എഴുതുക, ടേം. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എത്രയായി? 2x സ്ക്വയർ. പിന്നെ അതിനുശേഷം എക്സുള്ള പദം, അപ്പോൾ മൈനസ് 42x. പിന്നെ സംഖ്യകൾ ഇവിടെ 441 ഉണ്ട്, അത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ മൈനസ് 225 എന്ന് കിട്ടി, ഈക്വൽ ടു 0. ഇതെന്തായി മാറും? 2x സ്ക്വയർ മൈനസ് 42x, 441 226 കുറച്ചാൽ പിന്നെ 216 ഉണ്ടാവും. ഓക്കെ, പ്ലസ് 216 സമം 0. ഇനി നമുക്ക് ഇത് എ ആയിട്ടെടുക്കാം, ഇത് ബി, ഇത് സി ആയിട്ടെടുക്കാം. പക്ഷേ ഇവിടെ എല്ലാം രണ്ടിൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ലഘൂകരിക്കാൻ പറ്റും. അതുകൊണ്ട് മുഴുവൻ സമവാക്യത്തെ, അതായത് സമവാക്യത്തെ മുഴുവനായും നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഹരിക്കുക. അങ്ങനെ ഹരിക്കുമ്പോൾ ഇത് എക്സ് സ്ക്വയറായി. ഇവിടെ 21x എന്ന് കിട്ടും. ഇവിടെ 216ൻ്റെ പകുതി 108 ഉണ്ടാവും, ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇവിടെ എക്സ് സ്ക്വയറിന് കൂടെ ഒന്നും കാണുന്നില്ലെങ്കിൽ അവിടെ 1 ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈനോട് കൂടി എടുക്കുക, നെഗറ്റീവ് 21 ആൻഡ് സി ഈസ് ഈക്വൽ ടു 108. ഇനി നമ്മൾ അവസാനം പഠിച്ച ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ളത് ഉപയോഗിക്കുക, ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബിയുടെ സൈൻ മാറ്റുക. ബി നെഗറ്റീവ് 21 അപ്പോൾ അതിൻ്റെ സൈൻ മാറ്റി എന്താവും? പോസിറ്റീവ് 21 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 21ൻ്റെ വർഗ്ഗം. നെഗറ്റീവ് 21ൻ്റെ വർഗ്ഗമാണെങ്കിലും പോസിറ്റീവ് 21ൻ്റെ വർഗ്ഗമാണെങ്കിലും സെയിം ആയിരിക്കും, കാരണം വർഗ്ഗം കാണുന്നുണ്ട്. 21ൻ്റെ വർഗ്ഗം 441 മൈനസ് 4 ഇൻറ്റു എ 1, സി 108. അപ്പോൾ 1 ഇൻറ്റു 108 ബൈ 2a 2 ഇൻറ്റു 1 എന്ന് കിട്ടും. ഇനി 4 ഇൻറ്റു 1 4 ആണ്. 4 കൊണ്ട് 108നെ ഗുണിക്കുക. അപ്പോൾ 4 ഇൻറ്റു 100 400, 4 ഇൻറ്റു 8 32, അപ്പോൾ 432 ഉണ്ടാവും. ഇവിടെ എത്ര ഉണ്ട്? 441 ഉണ്ട്. ഓക്കെ, അപ്പോൾ 441 മൈനസ് 432, അപ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. അപ്പോൾ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് 9 ആണ്. അപ്പോൾ 21 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9/2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എഴുതാം is equal to
21 plus or minus root of 9/2. 9ൻ്റെ റൂട്ട് എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇതിങ്ങനായി മാറും 21 plus or minus 3/2. അപ്പോൾ രണ്ട് വിലകളുണ്ടാവും. ഒന്ന് 21 plus 3/2, മറ്റൊന്ന് 21 minus 3/2. അപ്പോൾ 21 plus 3 എന്ന് പറഞ്ഞാൽ 24/2. 21 minus 3 അപ്പോൾ എത്ര ആവും? 18 ഉണ്ടാവും. 18/2, 18/2. 24ൻ്റെ പകുതി 12, 18ൻ്റെ പകുതി 9. ഓക്കെ, 12ഉം 9ഉം കൂട്ടി എത്ര കിട്ടും? 21 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 21. ഓക്കെ, പിന്നെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാണ് കിട്ടുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസിന് നമ്മൾ ഡി എന്ന് വിളിച്ചു വിചാരിക്കാം. ഡി എന്ന് വിളിക്കുകയാണെങ്കിൽ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ദാറ്റ് മീൻസ് 12 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. 12ൻ്റെ വർഗം 144 പ്ലസ് 9ൻ്റെ വർഗം 81. 144ഉം 81ഉം കൂട്ടിക്കഴിഞ്ഞാൽ 225 കിട്ടും. അപ്പോൾ ഡി ഡയഗണൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 225 ദാറ്റ്സ് ഈക്വൽ ടു 15 എന്ന് കിട്ടുന്നു. അപ്പോൾ ഡി എത്രയായി? 15 ആയി. ഓക്കെ, ഈ 15 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും. അപ്പോൾ ഈ രണ്ട് വിലകളിൽ വലുതിനെ ലെങ്ത്തെന്നും ചെറുതിനെ ബ്രെഡ്ത്തെന്നും എടുക്കാം. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 12 + 9 21 കിട്ടും. അതാണ് ഇവിടെ ഉള്ളത്. ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 21. അപ്പോൾ നമുക്ക് എഴുതാം ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 12 meter and breadth is equal to 9 meter. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 മുതൽ ഉള്ള തുടർച്ചയായ എത്ര എണ്ണൽ സംഖ്യകൾ കൂട്ടിയാലാണ് 300 കിട്ടുക? അതായത് 1 മുതൽ ഉള്ള എത്ര കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സമ്മാണ് 300 എന്നാണ് ചോദ്യം. കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള സമ്മ് കാണാനുള്ള ഒരു ഫോർമുല നമുക്കറിയാം. ഇക്വേഷൻ ദാറ്റ് ഈസ് n × n+1/2 ആണ്. അപ്പോൾ എത്ര സംഖ്യകൾ എന്ന് ചോദിച്ചുകൊണ്ട് നമ്പർ ഓഫ് ടേംസ് വേണം. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്തായിട്ട് എടുക്കുക? ഇസ് ഈക്വൽ ടു n. അങ്ങനെയാണെങ്കിൽ സമ്മ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n × n+1/2 ആണെന്ത്? 300. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് n-ൻ്റെ വില കാണാം. അപ്പോൾ x എന്നുള്ളതിന് പകരം ഇവിടെ എന്ത് വന്നു? n വന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ /2 അങ്ങോട്ട് പോയാൽ എന്തായി? × 2 എന്നായി. അപ്പോൾ 300 × 2 600 ആയി മാറും. പിന്നെ ഇവിടെ n × n+1 ഉണ്ടാവുക. അപ്പോൾ n × n n സ്ക്വയർ, n × 1 അപ്പോൾ എത്രയായി? n ആയി. ഈ 2 ഇങ്ങോട്ട് പോയാൽ 300 × 2 എത്രയായി? 600. ഇനി ഇതിനെ എങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ n സ്ക്വയർ പ്ലസ് n മൈനസ് 600 ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ x സ്ക്വയർ പ്ലസ് x മൈനസ് 600 സമം 0 എന്ന പോലെയായി മാറി. ഇവിടെ a എന്ന് പറയുന്നത് 1, ബിയും 1, സി നെഗറ്റീവ് 600 ആണ്. ഓക്കെ, അപ്പോൾ a ഈസ് ഈക്വൽ ടു 1 ആൻഡ് b ഈസ് ഈക്വൽ ടു 1 ആൻഡ് c ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 600. നമ്മൾ എക്സ് കാണുന്നതിന് പകരം ഇവിടെ എന്ത് കാണുക? n കാണുക. ഓക്കെ, അപ്പോൾ എക്സ് സമം എന്നല്ല എഴുതുക, n സമം എന്നാണ് എഴുതുക. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പോൾ ഇവിടെ മൈനസ് ബി ആണെന്നായതുകൊണ്ട് മൈനസ് ബി പറഞ്ഞാൽ -1. അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ അത് 1 മൈനസ് 4 × a, 4 × a 1, 4 × 1 × c നെഗറ്റീവ് 600 ബൈ 2 × a, 2 × 1 അത് എത്രയാണ്? 2 ആണ്. ഇനി -4 × 1 -4, ആ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് അപ്പോൾ എത്രയായി? പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ 1 പ്ലസ് എന്ന് വരും. 4 × 6 24, പിന്നെ 2 0 വരും. അപ്പോൾ 2400 ആവും. 2400 പ്ലസ് 1 വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്
1 പ്ലസ് 2400/2 is equal to -1 plus or minus root of 2401/2. 2401ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 49 ആണ്. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ എഴുതാം, സമം -1 plus or minus 49/2. ഇതിനെ രണ്ടെണ്ണമാക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1 plus 49/2, -1 plus 49/2, -1 minus 49, -1 minus 49/2. ഇവിടെ -1ഉം പ്ലസ് 49 കൂടെ എത്രയായി? 48 ആവും. 48, 48/2. ഇവിടെ -50/2 എന്ന് വരും. 48ൻ്റെ പകുതി 24, ഇവിടെ -25. n കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എണ്ണമാണ്. എത്ര പദങ്ങൾ, എത്ര ടേംസ്, അതിൻ്റെ സമ്മാണ് 300 എന്ന് ചോദിച്ചത്. അപ്പോൾ എണ്ണം ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് പറയാറില്ല, പോസിറ്റീവായിട്ട് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. നമ്മൾ എന്നിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്ന ഏതാണ്? 24 ആണ്. അപ്പോൾ n is equal to 24. Okay, that is 300 is the sum of first 24 natural numbers. ഓക്കെ, അതായത് ആദ്യത്തെ ഒന്നിൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ 24 എണ്ണൽ സംഖ്യകളുടെ തുകയാണെന്ത്? 300. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സംഖ്യയോട് 1 കൂട്ടിയാലാണ് ആ സംഖ്യയുടെ വർഗ്ഗം കിട്ടുക? ഓക്കെ, ഏത് നമ്പറിനോട് 1ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ സ്ക്വയർ കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. നമ്പർ ഏതാണ് നമുക്കറിയില്ല, അപ്പോൾ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്പർ ഈസ് ഈക്വൽ ടു എക്സ്. ആ നമ്പറിൻ്റെ കൂടെ 1 കൂടെ കൂട്ടുന്നു, അപ്പോൾ എത്രയായി? എക്സ് പ്ലസ് 1 ആയി. അങ്ങനെ കൂട്ടുമ്പോൾ അതെന്തായി മാറുന്നു എന്നാണ് പറയുന്നത്? ആ നമ്പറിൻ്റെ സ്ക്വയർ, സംഖ്യയുടെ വർഗ്ഗമായി മാറുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ. നമ്പർ ഏത്, സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് സ്ക്വയറിനെ ഈ ഭാഗത്ത് എഴുതാം, എക്സ് പ്ലസ് 1നെ മറ്റേ ഭാഗത്തും എഴുതാം. ഒരു ഇക്വേഷൻ്റെ ഒരു ഭാഗത്തുള്ളത് മുഴുവനായി മറ്റേ ഭാഗത്തേക്ക് മാറ്റുകയും ആ ഭാഗത്തുള്ളത് മറുഭാഗത്തേക്ക് മാറ്റുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സൈൻ മാറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ് സ്ക്വയർ എന്ന് എഴുതാം, ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ എക്സ് പ്ലസ് 1 എഴുതാം. അതിനുശേഷം ഈ എക്സിനെയും 1നെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇത് ഒരു രണ്ടാകൃതി സമവാക്യം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി മാറി. ഇവിടെ എ ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള നമ്പറാണ്, ദാറ്റ് ഈസ് 1, ആൻഡ് ബി ഈസ് ഈക്വൽ ടു എക്സിൻ്റെ കൂടെ വരുന്നത് -1, ആൻഡ് സി ഈസ് ഈക്വൽ ടു ഈ എക്സ് ഇല്ലാത്തത് -1. ഇനി നമ്മൾ എക്സ് കാണുന്നു. എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ദാറ്റ്സ് ഈക്വൽ ടു -b. ബിയുടെ ചിഹ്നം മാറ്റുക, -1ൻ്റെ ചിഹ്നം മാറ്റി കഴിഞ്ഞാൽ, സൈൻ മാറ്റി കഴിഞ്ഞാൽ +1 ആയി. 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -1ൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ രണ്ടും സെയിം ആണ്, അപ്പോൾ 1 ആയി. -4 ഇൻറ്റു a ഈസ് ഈക്വൽ ടു 1, c ഈസ് ഈക്വൽ ടു -1. അപ്പോൾ 1 ഇൻറ്റു -1/2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ഇവിടെ മൈനസ് വന്നു, ഇവിടെ മൈനസ് വന്നു, അപ്പോൾ രണ്ടും കൂടെ പ്ലസ് ആയി മാറുന്നു മനസ്സിലാക്കുക. 4 ഇൻറ്റു 1 ഇൻറ്റു 1, അപ്പോൾ എത്രയായി? 4 ആയി. ഓക്കെ, അപ്പോൾ 1 + 4 എന്നായി മാറും. 1 + 4 എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ എഴുതാം, 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 + 4/2 is equal to 1 + 4 5. അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5/2 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. അപ്പോൾ 1 + √5/2 എന്നും 1 - √5/2 എന്നും കിട്ടും. അപ്പോൾ ഈസ് ഈക്വൽ ടു 1 + √5/2, 1 - √5/2 എന്നായി. ഇത് രണ്ടും എന്തിൻ്റെ വിലകളാണ്? എക്സിൻ്റെ വിലകളാണ്. അപ്പോൾ എക്സ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു, ഇനി പറഞ്ഞത് ശരിയാണോ നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആ എക്സിനോട് 1 കൂട്ടി നോക്കുക, എക്സ് സ്ക്വയറും കണ്ടു നോക്കുക, രണ്ടും സെയിം ആകുമോ എന്നുള്ളത്. അപ്പോൾ എക്സ് എന്നുള്ളത് ആദ്യം ഇതെടുക്കുക,
അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 എക്സിനോട് 1 കൂട്ടിയെന്ന് പറഞ്ഞാൽ 1 പ്ലസ് റൂട്ട് 5/2 പ്ലസ് 1 എന്നാണ്. അപ്പോൾ 2 × 1 2 ആവും. അത് 1 പ്ലസ് റൂട്ട് 5നോട് കൂട്ടുക. അപ്പോൾ ഈസ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 5 പ്ലസ് 2. 2 × 1 2. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ഹോൾ ഡിവൈഡഡ് ബൈ നീട്ടി വരയ്ക്കുക ബൈ 2 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 3 ആണ്. അപ്പോൾ 3 പ്ലസ് റൂട്ട് 5/2 എന്നാവും. 3 പ്ലസ് റൂട്ട് 5/2. അപ്പോൾ എക്സിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? 3 പ്ലസ് റൂട്ട് 5/2 ആണ്. ഇനി എക്സ് സ്ക്വയർ കാണുക. എന്നിട്ട് എക്സ് പ്ലസ് 1ഉം എക്സ് സ്ക്വയറും തുല്യമാണെന്ന് നോക്കാം. അതായത് ഈ കിട്ടിയിരിക്കുന്നതും എക്സിൻ്റെ സ്ക്വയർ കണ്ടാൽ കിട്ടുന്നത് രണ്ടും സെയിം ആണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് എക്സ്? ഇതാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 1 പ്ലസ് റൂട്ട് 5/2ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലായി. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. അപ്പോൾ എക്സ് സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 2 × 1 2 × റൂട്ട് 5. അപ്പോൾ എത്രയായി? 2 റൂട്ട് 5 എന്നായി. ഓക്കെ, 2 റൂട്ട് 5 പ്ലസ് റൂട്ട് 5ൻ്റെ സ്ക്വയർ. റൂട്ടുള്ള ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ കാണുമ്പം ആ റൂട്ട് ഇല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള മാത്രം എഴുതിയാൽ മതി. അതായത് റൂട്ട് 5ൻ്റെ സ്ക്വയർ 5 ആണ്. റൂട്ട് 3ൻ്റെ സ്ക്വയർ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 എന്ന് കിട്ടി. ബൈ ഈ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പോൾ 1 പ്ലസ് 5 6 പ്ലസ് 2 റൂട്ട് 5/4 എന്ന് കിട്ടും. ഇനി ഇതൊരു 2ൻ്റെ മൾട്ടിപ്പിളാണ്. 2 × 3. ഇത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. 2 × റൂട്ട് 5. ഇതും 2ൻ്റെ മൾട്ടിപ്പിളാണ്. 2 × 2. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 2 കട്ട് ചെയ്യുക, ഇവിടുന്ന് 2 കട്ട് ചെയ്യുക. അപ്പോൾ താഴെയുള്ള ഒരു 2 കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ മുകളിലുള്ള 2 ടേംസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 2 കോമൺ ഫാക്ടർ ആക്കി എടുക്കുക. അപ്പോൾ ഇവിടെ 3 വരും, ഇവിടെ റൂട്ട് 5 വരും. ബൈ 2 × 2 എന്നാവും. ഓക്കെ, 2 × 3 6. 2 × റൂട്ട് 5 അതാണ് 2 റൂട്ട് 5. ഓക്കെ, ഇനി താഴെയുള്ളൊരു 2 മേലുള്ളൊരു 2 തമ്മിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 3 പ്ലസ് റൂട്ട് 5/2 ആണ്. ഇസ് ഈക്വൽ ടു 3 പ്ലസ് റൂട്ട് 5/2. അത് തന്നെയാണ് നിങ്ങൾ എക്സ് പ്ലസ് 1 കണ്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത്. എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3 പ്ലസ് റൂട്ട് 5/2. എക്സ് സ്ക്വയർ കണ്ടപ്പോൾ കിട്ടിയതും 3 പ്ലസ് റൂട്ട് 5/2. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ കിട്ടിയത് ശരിയാണ്. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് ഇതാണ് 1 പ്ലസ് റൂട്ട് 5/2 1 മൈനസ് റൂട്ട് 5/2. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 5/2 എടുത്തിട്ട് ചെയ്തിട്ട് കിട്ടിയതുപോലെ തന്നെ നമുക്ക് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു എന്തെടുത്താൽ 1 മൈനസ് റൂട്ട് 5/2. അത് നിങ്ങൾക്ക് സ്വന്തം തന്നെ ചെയ്തു നോക്കാവുന്നതാണ്. 4th ക്വസ്റ്റ്യൻ, നിശ്ചിത പരപ്പളവും അതേപോലെ തന്നെ നിശ്ചിത ചുറ്റളവുമുള്ള ഒരു ചതുരം നിർമ്മിക്കണം. അങ്ങനെ ചതുരം നിർമ്മിക്കേണ്ട ഒരു പ്രശ്നത്തിൽ ചുറ്റളവ് 42 ആയിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അതിന് പകരം 24 എന്ന് എഴുതിപ്പോയി. 4th ക്വസ്റ്റ്യൻ, നിശ്ചിത ചുറ്റളവും പരപ്പളവുമുള്ള ഒരു ചതുരം ഉണ്ടാക്കണം. ആ ഒരു പ്രശ്നത്തെ സമവാക്യമാക്കി മാറ്റിയപ്പോൾ ചുറ്റളവ് 42 എന്ന് എഴുതേണ്ടതിന് പകരം 24 എന്ന് തെറ്റി എഴുതിപ്പോയി. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചപ്പോൾ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്ത സമയത്ത് ഒരു വശം 10 എന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ശരിയായ പ്രശ്നത്തിലെ ആ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്രയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആ ചുറ്റളവ് 24 പകരം 42 തന്നെ എഴുതിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യണം. അതിൻ്റെ ഏരിയയും സ്പെസിഫൈഡ് ആണ്, അതുപോലെ തന്നെ പെരിമീറ്ററും സ്പെസിഫൈഡ് ആണ്. ആ പ്രോബ്ലം എന്താക്കി മാറ്റി ഒരു ഇക്വേഷനാക്കി മാറ്റിയിട്ട് സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 42 എന്ന് പെരിമീറ്റർ എടുക്കേണ്ടതിന് പകരം 24 എടുത്തു പോയി. എന്നിട്ട് ആ റെക്റ്റാങ്കിളിൽ ഒരു സൈഡ് 10 എന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ റെക്റ്റാങ്കിൾ ഏരിയ എത്രയാണ്? മാത്രമല്ല 24ന് പകരം 42 തന്നെ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2 എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. 2 റെക്റ്റാങ്കിൾ വരച്ചിരിക്കുന്നു, ചതുരങ്ങൾ. ഈ ചതുരത്തിൻ്റെ നീളം 8 യൂണിറ്റും വീതി 3 യൂണിറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഏരിയ എത്ര ആയിരിക്കും? 3 × 8 24 ആയിരിക്കും. സോ ഏരിയ പരപ്പളവ് ഈസ് ഈക്വൽ ടു
24 എന്ന് കിട്ടും. ഇതിൻ്റെ പെരിമീറ്റർ എത്ര ആയിരിക്കും? 8 3 11, ഇവിടെയും 11 കിട്ടും. അപ്പോൾ 22. അപ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 22 എന്ന് കിട്ടും. ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വന്നാൽ ഇതിൻ്റെ ബ്രെഡ്ത്ത് 4 ആണ്, ലെങ്ത്ത് 6 ആണ്. അപ്പോൾ 4 × 6 24. അപ്പോൾ ഏരിയ എത്രയാണ്? 24 ആണ്. എന്നാൽ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എത്രയാണ്? 6 + 4 10, 10 10 20. അപ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ഇവിടെ ഏരിയ 24, ഇവിടെ ഏരിയ 24. അപ്പോൾ രണ്ടിൻ്റെയും ഏരിയ എത്ര എന്താണ്? 24 ആണ്, സെയിം ആണ്. ഓക്കെ. പക്ഷേ പെരിമീറ്ററിൽ മാറ്റം വന്നു. ഇവിടെ 22 വന്നു, ഇവിടെ 20 ആയി. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രോബ്ലം ഇതായിരുന്നു വിചാരിക്കുക. ഏരിയ 24ഉം പെരിമീറ്റർ 22ഉം വരേണ്ടതായിരുന്നു വിചാരിക്കുക. അപ്പോൾ 22 എഴുതേണ്ടതിന് പകരം എന്ത് എഴുതിപ്പോയി? 20 എഴുതിപ്പോയി. എന്നിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ ഒരു സൈഡ് എന്ത് കിട്ടി? 6 4 കിട്ടി എന്ന് വിചാരിക്കാം. പക്ഷേ അങ്ങനെ സംഭവിച്ചാലും ഏരിയയിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ ഈ 22ന് പകരം 20 എടുത്തുകൊണ്ട് ചെയ്തപ്പോൾ ഒരു സൈഡ് 6 കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെ 6 കിട്ടിയെങ്കിൽ മറ്റേ സൈഡ് എത്രയായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെ 6ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 24 കിട്ടും ഏരിയ. ഇതേ ഏരിയ തന്നെയാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ രണ്ട് കേസിലും ഏരിയയിൽ ചേഞ്ച് ഇല്ല. രണ്ട് കേസിലും ഏരിയയിൽ അല്ലെങ്കിൽ പരപ്പളവിൽ എന്തില്ല? മാറ്റമില്ല. അത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ തെറ്റായിട്ട് എടുത്തിരിക്കുന്ന പെരിമീറ്റർ എന്താണ്? ചുറ്റളവ് ഇസ് ഈക്വൽ ടു 24 ആണ്. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 24/2 ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഓക്കെ. ഈ 12 ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂടിയതാണ്. ഇപ്പോൾ രണ്ട് സൈഡ്സിൻ്റെ സമ്മാണ്. അപ്പോൾ അതിൽ ഒരു സൈഡ് എത്ര എന്ന് കിട്ടിയിട്ടുണ്ട്? 10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. 1 സൈഡ് ഈസ് ഈക്വൽ ടു ഒരു വശം സമം 10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മറ്റേ വശം എന്തായിരിക്കും? 12 - 10 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ രണ്ട് വശങ്ങൾ 10ഉം 2ഉം കിട്ടി, രണ്ട് സൈഡ്സ്. അപ്പോൾ ഇത് വലുതായതുകൊണ്ട് ഇതിനെ നമുക്ക് ലെങ്ത്ത് എന്ന് വിളിക്കുക, ഇതിനെ ബ്രെഡ്ത്ത് എന്ന് വിളിക്കാം. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഈ എക്സാമ്പിളിൽ നിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ട് കേസിലും ഏരിയയിൽ എന്തില്ല? മാറ്റമില്ല. അപ്പം വാട്ട് ഈസ് ഏരിയ? ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ്. ഓക്കെ. ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് 10 × 2 ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. അപ്പോൾ ഏരിയ 20 ആണ്. ഇവിടെ 24 ആണ് നമ്മൾ എടുത്തു പോയത്. ആക്ച്വൽ പെരിമീറ്റർ എത്രയാണ്? 42 ആണ്. ഓക്കെ. ആക്ച്വൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ചുറ്റളവ് സമം 42. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 42/2 ഈസ് ഈക്വൽ ടു 21 ആണ്. അപ്പോൾ രണ്ടും കൂടെ 21 ആണ്, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ. അപ്പോൾ ഒന്ന് നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ മറ്റേത് 21 - x ആയിരിക്കും. അപ്പോൾ സൈഡ്സ്, അതായത് യഥാർത്ഥത്തിലുള്ള ചതുരത്തിൻ്റെ സൈഡ്സ് ഏതൊക്കെ ആയിട്ട് എടുക്കുക? എക്സും 21 - x എടുക്കാം. ഇതിലൊന്ന് ലെങ്ത്താണ്, ഒന്ന് ബ്രെഡ്ത്താണ്, നീളവും വീതിയും. ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഏരിയ എത്രയാണ്? ഏരിയ ഇപ്പോൾ നമുക്ക് കിട്ടി 20 ആണ്. ഓക്കെ. അപ്പോൾ എക്സ് ഇൻറ്റു 21 - x ഈസ് ഈക്വൽ ടു 20. ഓക്കെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ. ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ x ഇൻറ്റു 21, അപ്പോൾ 21x, x ഇൻറ്റു -x, അപ്പോൾ -x² ഈസ് ഈക്വൽ ടു 20. ഓക്കെ. -x² വന്നുകൊണ്ട് അതിൻ്റെ സൈൻ മാറ്റുക. അപ്പോൾ എത്രയായി? x². അത് ആദ്യം എഴുതുന്നു. പിന്നെ എഴുതേണ്ടത് എന്താണ്? x ആണ്. അപ്പോൾ ഇവിടെ 21x, പക്ഷേ ഇവിടെ സൈൻ മാറ്റിയതുകൊണ്ട് ഇവിടെയും സൈൻ മാറ്റണം. അപ്പോൾ -21x. ഈ ഈക്വൽ ടു 20 ആ ഭാഗത്താണുള്ളത്. ഇവിടെ എല്ലാം സൈൻ മാറ്റിയതുകൊണ്ട് ഇതിൻ്റെ സൈൻ മാറ്റുമ്പോൾ എന്താവും? -20 ആവും. ആ -20നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താവും? +20 ആവും. ഈസ് ഈക്വൽ ടു 0. ഓക്കെ. ഇനി A 1, B -21, C 20. ഓക്കെ. A is equal to 1 and B is equal to -21 and C is equal to 20. ഇനി നമുക്ക് x കാണാം. x is equal to -b plus or minus root of b square minus 4ac by 2a. That's equal to -b.
ബി നെഗറ്റീവ് 21 ആണ്. അപ്പോൾ അതിൻ്റെ സൈൻ മാറ്റുക, 21 ആയി. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ നെഗറ്റീവ് 21ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 21ൻ്റെ സ്ക്വയർ എഴുതിയാലും മതി. അത് എത്രയാണ്? 441 മൈനസ് 4 ഇൻറ്റു എ 1 ആണ്, സി 20 ആണ്. അപ്പോൾ 1 ഇൻറ്റു 20 ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ 1. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 1 4 ഇൻറ്റു 20 80 ആയി. ഈ 80 441 കുറച്ച് കഴിഞ്ഞാൽ 361 കിട്ടും. ഓക്കെ, അതായത് 441 മൈനസ് 80 ഈസ് ഈക്വൽ ടു 361. ഇവിടെ 1 14 മൈനസ് 8 6, ഇവിടെ 3 ഉണ്ടാവും, 361 ഈസ് ഈക്വൽ ടു 21 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 361 ബൈ 2 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 361 എന്ന് പറഞ്ഞാൽ 19ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 361ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 19 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 21 പ്ലസ് ഓർ മൈനസ് 19 ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്കിനി രണ്ടായി വിഭജിക്കാം. ഒന്ന് 21 പ്ലസ് 19 ബൈ 2, മറ്റൊരു 21 മൈനസ് 19 ബൈ 2. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 21 പ്ലസ് 19 ബൈ 2, 21 മൈനസ് 19 ബൈ 2. 21ഉം 19ഉം 40ആയി. 40ൻ്റെ പകുതി അപ്പോൾ എത്രയായി? 20. ഇവിടെ 21 19 പോയാൽ പിന്നെ 2 ഉണ്ടാവും. 2 ബൈ 2 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് 20ഉം മറ്റേ സൈഡ് 1ഉം ആയിരിക്കും. അപ്പോൾ 20 ഇൻറ്റു 1 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 20 കിട്ടി. അപ്പോൾ ഏരിയ എത്രയാണ്? നമുക്ക് ഇവിടെ നേരത്തെ കിട്ടിയ ഏരിയ 20, അതേ ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ 20 പ്ലസ് 1 21 ആയി. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ 21. അടുത്ത ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ വീണ്ടും 21. അപ്പോൾ 21 പ്ലസ് 21 എത്രയായി? 42. അപ്പോൾ പെരിമീറ്റർ എത്രയായി കിട്ടുന്നുണ്ട്? 42 ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് ചോദിച്ചാൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 20 ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാം യൂണിറ്റ് എന്ന് മാത്രം എടുക്കുക. അപ്പോൾ ഇതെല്ലാം യൂണിറ്റാണ്. 12 യൂണിറ്റ്, 10 യൂണിറ്റ്, 2 യൂണിറ്റ്. ഓക്കെ, ഇവിടെ ഏരിയ അപ്പോൾ 20 യൂണിറ്റ് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ യൂണിറ്റ് എന്ന് പറയാം, ചതുരശ്ര യൂണിറ്റ്. ഇവിടെ അതുപോലെ ലെങ്ത് ഈസ് ഈക്വൽ ടു 20 യൂണിറ്റ് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ്. ഡിയർ സ്റ്റുഡൻസ്, ഇതോടുകൂടി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠത്തിലെ മുഴുവൻ എക്സസൈസിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് അബു മാത്സ് ആൻഡ് സീ യു നെക്സ്റ്റ് ഡേ.